സമയം അർദ്ധരാത്രി. ലോകം ഉറങ്ങുകയാണ്. പെട്ടെന്ന് കാലിഫോർണിയയിലെ വിജനമായ ഒരു തീരത്ത് നിന്ന് ഭീമാകാരമായ ഒരു അഗ്നിഗോളം ആകാശത്തേക്ക് കുതിച്ചുയരുന്നു. വെറും 30 മിനിറ്റ്. അതെ, വെറും 30 മിനിറ്റിനുള്ളിൽ ഭൂമിയുടെ മറുപുറത്തുള്ള ഒരു രാജ്യം ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ പോകുന്നു. ഇതൊരു ഹോളിവുഡ് സിനിമയല്ല, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭയാനകമായ യാഥാർത്ഥ്യമാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഒരാഗോള യുദ്ധമായി മാറുമോ എന്ന് ലോകം ഭയപ്പെടുമ്പോൾ അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധം പുറത്തെടുത്തിരിക്കുന്നു. LGM-30G മിനിറ്റ്മാൻ. ലോകം ഇതിനെ വിളിക്കുന്നത് ഡൂംസ്ഡേ മിസൈൽ എന്നാണ്, അതായത് ലോകാവസാനത്തിന്റെ മിസൈൽ. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അമേരിക്ക ഇങ്ങനെയൊരു പരീക്ഷണം നടത്തിയത്? ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ നീക്കം? 3ാം ലോക മഹായുദ്ധത്തിന്റെ കാഹളമാണോ വാൻഡൻസ്ബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നും മുഴങ്ങിയത്? ഈ ആഗോള സംഘർഷത്തിനിടയിൽ ഭാരതത്തിന്റെ നിലപാട് എന്താണ്? ശ്വാസമടക്കി പിടിച്ചു കാണുക ഈ ദശകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിശകലനം. നമ്മൾ സാധാരണ കാണുന്ന മിസൈലുകളിൽ നിന്നൊക്കെ ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? മിനിറ്റ്മാൻ തേർഡ് എന്നത് വെറും ഒരു മിസൈൽ അല്ല, ഇതൊരു സന്ദേശമാണ്. ആദ്യം തന്നെ ഇതിന്റെ പ്രഹരശേഷി നോക്കാം. 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക പതിപ്പിച്ച ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് നമുക്കെല്ലാം അറിയാം. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കിയത്. എന്നാൽ മിനിറ്റ്മാൻ തേർഡ് വഹിക്കുന്ന ആണവ പോർമുനകൾക്ക് ആ ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങധികം പ്രഹരശേഷിയുണ്ട്. അതായത് ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ അത് സൃഷ്ടിക്കുന്ന ആഘാതം വിവരണാതീതമാണ്. എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല. മണിക്കൂറിൽ 24,000 കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത. ഇതിന്റെ അർത്ഥം ശബ്ദത്തെക്കാൾ 20 മടങ്ങ് ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന്. കാലിഫോർണിയയിൽ നിന്നും വിക്ഷേപിച്ചാൽ ചൈനയിലോ റഷ്യയിലോ ഇറാനിലോ എത്താൻ ഇതിന് വേണ്ടത് വെറും അരമണിക്കൂർ മാത്രം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് കടന്ന ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് ശത്രുവിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഉൽക്കയെ പോലെ ഇത് പതിക്കും. ഇതാണ് ഈ മിസൈലിനെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. ഇതിന് ഒന്നിലധികം ആണവ പോർമുനകളെ വഹിക്കാനും കഴിയും. അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുമ്പോൾ ഈ മിസൈൽ പല ഭാഗങ്ങളായി പിരിയുകയും വ്യത്യസ്ത നഗരങ്ങളെ ഒരേ സമയം ലക്ഷ്യം വെക്കുകയും ചെയ്യും. ഒരൊറ്റ മിസൈൽ വിക്ഷേപിച്ചാൽ ശത്രു രാജ്യത്തെ പ്രധാനപ്പെട്ട 3ഓ 4ഓ നഗരങ്ങൾ ഒരേ സമയം തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാനിലേക്കും ഇസ്രയേലിലേക്കുമാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പിന്തുണ നൽകുന്ന ഇറാനെ പാഠം പഠിപ്പിക്കാൻ ഇസ്രയേൽ കച്ചമുറുക്കുമ്പോൾ അമേരിക്ക തങ്ങളുടെ ആണവ മിസൈൽ പരീക്ഷിച്ചത് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അമേരിക്കൻ അധികൃതർ പറയുന്നത് ഇത് വളരെ മുമ്പേ പ്ലാൻ ചെയ്ത ഒരു റുട്ടീൻ ടെസ്റ്റ് മാത്രമാണെന്നാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നും പസഫിക് സമുദ്രത്തിലെ മാർഷൽ ഐലൻഡ് ലക്ഷ്യമാക്കി നടന്ന ഈ വിക്ഷേപണത്തിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇറാനുള്ള മുന്നറിയിപ്പ്. ഇസ്രയേലിനെതിരെ ഇറാൻ നേരിട്ട യുദ്ധത്തിന് വന്നാൽ അമേരിക്കയുടെ കൈവശം ഇത്തരം മാരകമായ ആയുധങ്ങൾ ഉണ്ടെന്ന സന്ദേശം നൽകുക. ഇനി റഷ്യയുടെയും ചൈനയുടെയും നിരീക്ഷണം നോക്കിയാൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും തങ്ങളുടെ ആണവ നിലപാടുകളൊക്കെ കർക്കശമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ന്യൂക്ലിയർ ട്രയാഡ് സജ്ജമാണെന്ന് അമേരിക്ക ലോകത്തെ അറിയിക്കുകയാണ്. പിന്നെ 1970കളിൽ നിർമ്മിച്ച മിസൈലുകളാണ് മിനിറ്റ്മാൻ തേർഡ്. ഇവ ഇന്നും കൃത്യതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണല്ലോ. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലാണ് ന്യൂക്ലിയർ ട്രയാഡ്. ഇത് 3 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കരാധിഷ്ഠിതം, ലാൻഡ് ബേസ്ഡ്. ഇവിടെയാണ് മിനിറ്റ്മാൻ തേർഡ് വരുന്നത്. അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിലെ രഹസ്യ അറകളിൽ ഇത്തരം 400 മിസൈലുകൾ എപ്പോഴും വിക്ഷേപണത്തിന് തയ്യാറായി ഇരിക്കുന്നുണ്ടത്രേ. 2 കടൽ, സീ ബേസ്ഡ്. സമുദ്രത്തിനടിയിൽ ശത്രുക്കൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഒളിച്ചിരിക്കുന്ന ഹോയോ ക്ലാസ് സബ്മറീനുകൾ. ഇവയിൽ നിന്ന് ഏത് നിമിഷവും മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. 3 ആകാശം, എയർ ബേസ്ഡ്. B-52, B-2 സ്പിരിറ്റ് തുടങ്ങിയ ബോംബർ വിമാനങ്ങൾ. ഇവയ്ക്ക് ആണവ ബോംബുകൾ വഹിക്കാനും ദീർഘദൂരം പറക്കാനും കഴിയും. ഈ 3 സംവിധാനങ്ങളും ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ അമേരിക്കയെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മിനിറ്റ്മാൻ തേർഡ് ഈ പ്രതിരോധ കോട്ടയിലെ ഏറ്റവും കരുത്തുറ്റ പോരാളികളിൽ ഒന്നാണ്. ഈ മഹാശക്തികളുടെ ബലപരീക്ഷണത്തിനിടയിൽ ഭാരതം എവിടെ നിൽക്കുന്നു? ഇന്ത്യയുടെ ആയുധശേഷി എത്രത്തോളം ഉണ്ട്? ഇന്ത്യ ഒരു ആണവ ശക്തിയാണ്. എന്നാൽ നമ്മുടെ നയം നോ ഫസ്റ്റ് യൂസ്, ആദ്യം ഉപയോഗിക്കില്ല എന്നതാണ്. എങ്കിലും ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒരു ഭീഷണി ഉണ്ടായാൽ നേരിടാൻ ഇന്ത്യക്ക് സ്വന്തമായി ICBM സാങ്കേതിക വിദ്യയുണ്ട്. അഗ്നി 5 ഇന്ത്യയുടെ അഭിമാനമായ മിസൈലിന് 5000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുണ്ട്. മിനിറ്റ്മാൻ തേർഡ് പോലെ തന്നെ അതിവേഗത്തിൽ സഞ്ചരിക്കാനും ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനും അഗ്നി 5ന് ശേഷിയുണ്ട്.
പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇന്ത്യ വളരെ സംയമനത്തോടെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നമുക്ക് അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്, അതേസമയം ഇറാനുമായി വ്യാപാര ബന്ധങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രധാന ആശങ്ക ഞാൻ ഇനി പറയാൻ പോകുന്നവയാണ്. എണ്ണവില. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പ്രവാസികളെ നോക്കിയാൽ ലക്ഷക്കണക്കിന് ഭാരതീയരാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നത്. അവരുടെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, അതിപ്രധാനമാണ്. ഇനി ആഗോള വിപണിയിലേക്ക് വന്നാൽ, യുദ്ധം മൂലം കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അമേരിക്ക ഇത്തരം ഒരു ശക്തി പ്രകടനം നടത്തുമ്പോൾ അത് യുദ്ധത്തിലേക്ക് നയിക്കാതെ ഒരു ഡിറ്ററൻസ് അഥവാ ശത്രുവിനെ പിന്തിരിപ്പിക്കാനുള്ള തന്ത്രമായി മാറണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. മിനിറ്റ്മാൻ തേർഡ് പരീക്ഷണം വഴി ഇറാനെ അമേരിക്ക സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബറുകളും അമേരിക്കയുടെ പക്കലുണ്ട്. ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ അത് ഇറാന്റെ പൂർണ്ണമായ നാശത്തിന് കാരണമാകുമെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എങ്കിലും ഇറാനും നിസ്സാരക്കാരല്ല. അവർക്ക് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുണ്ട്. കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് അവർക്ക് ആയിരക്കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കാനും കഴിയും. ഇസ്രയേലിന്റെ അയൺ ഡോം പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ പ്ലാൻ ചെയ്യുന്നത്. ഇറാൻ വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. അറിയാമല്ലോ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ. എന്തായാലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മിസൈലുകളൊക്കെ ഒരിക്കലും ഉപയോഗപ്പെടാതിരിക്കട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ഒരു മിനിറ്റ്മാൻ തേർഡ് മിസൈൽ പ്രയോഗിച്ചാൽ അതൊരു ആഗോള ആണവ ശൈത്യത്തിന് അഥവാ ന്യൂക്ലിയർ വിന്ററിന് കാരണമാകും. അന്തരീക്ഷത്തിൽ ഉയർന്ന പുകയും ചാരവും സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയിലെ കൃഷി നശിക്കുകയും കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണത്. അതുകൊണ്ട് ഇതിനെ ഡൂംസ് ഡേ ആയുധം എന്ന് വിളിക്കുന്നത്. ഇത് വിജയത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകാവസാനത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ തമാശ പറയുകയല്ല, അത് വളരെ നമ്മുടെ എല്ലാം ദുരിതത്തിന് കാരണമാകും. അമേരിക്കൻ മിനിറ്റ്മാൻ തേർഡ് പരീക്ഷണം ഒരു സാങ്കേതിക പ്രശ്നം എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ കരുനീക്കമാണ്. ഞങ്ങൾ തയ്യാറാണെന്ന ഉറച്ച ശബ്ദമാണ് വാഷിംഗ്ടൺ ഇതിലൂടെ പുറപ്പെടുവിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുമോ അതോ ഒരു ആഗോള മഹാമാരിയായി പടരുമോ? ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് ചെയ്യും? ലോകം ഒരു മുൾമുനയിലാണ്. വരും ദിവസങ്ങൾ മാനവരാശിയുടെ ചരിത്രത്തിൽ നിർണായകമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അമേരിക്കയുടെ ഈ പരീക്ഷണം ശരിയായിരുന്നോ? ഇത് യുദ്ധം തടയാൻ സഹായിക്കുമോ അതോ പ്രകോപനമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് അറിവ് പകർന്നിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം പ്രധാനപ്പെട്ട ആഗോള വാർത്തകൾ വേഗത്തിൽ അറിയാനായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാം. അതായത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം നഷ്ടം മാത്രമേ വരുത്തി വെക്കൂ. അതായത് ഒരു കുടുംബത്തിന്, ഒരു ലോകത്തിന്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എല്ലാത്തിനും നഷ്ടങ്ങൾ മാത്രമാണ്. ഒരു രാജ്യം കെട്ടിപ്പടുക്കുക, അവിടുത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക, അവിടെ വികസനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നതൊന്നും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരുപാട് കഷ്ടപ്പെട്ട് നാളുകളുടെ ഫലമാണ്. നമ്മുടെ ഇന്ത്യ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തോരം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് എന്തോരം വികസനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അതെല്ലാം ഒരു യുദ്ധം കാരണം ഒറ്റ ദിവസം മതി ഇതെല്ലാം ഇല്ലാതാകാൻ. അതുകൊണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നയതന്ത്രത്തിൽ വളരെ മികച്ച നീക്കമാണ് നടത്തുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് എന്തായാലും നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കി കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.